ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചീരദോശയാണ്. ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ചീരദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി കൂടി ചേർക്കാം. ചുവന്ന ചീര അരിഞ്ഞത് ഇതൊരു 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, വലിയൊരു സവാള അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പാകത്തിലാക്കിയെടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ ലൂസായി പോകും. പാകത്തിനാക്കിയെടുക്കാം. അപ്പോൾ ആ മാവ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ വേണേ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ദോശക്കല്ലിലേക്ക് കുറച്ച് ഓയിലും കടന്നിട്ടുള്ളൂ. ഓരോ തന്നെ മാവായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് സൈഡിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ആകുമ്പോഴും മറച്ചിട്ട് കൊടുക്കാം. അത് പാകമായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ദോശയും ഉണ്ടാക്കി. അപ്പോൾ ചീരദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. നാളികേര ചട്നിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.